ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുജി പെറ്റ്സ് വേൾഡ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ അടുത്തുള്ള കുറച്ച് പെറ്റ്സുകളെ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിനുള്ളിലുള്ള അക്വേറിയത്തിലുള്ള കുറച്ച് മീനുകളാണ്. 2 ഷാർക്ക് ഉണ്ട്, ഒരു ഗോൾഡ് ഫിഷ് ഉണ്ട്, പിന്നെ കോയ് ഷാർക്ക് 2 ഉണ്ട്, ഒരു ടാങ്ക് ക്ലീനർ ഉണ്ട്. ഇതിൽ ഇനിയും കുറച്ച് മീനുകളുണ്ടായിരുന്നു, കുറച്ച് ചത്തുപോയി. നമ്മൾ ഏഞ്ചൽ ഫിഷൊക്കെ ഒരു പെയർ ഉണ്ടായിരുന്നു, ഗോൾഡ് ഫിഷ് ഒന്നുണ്ടായിരുന്നു. അതെല്ലാം ഇതിലുണ്ടായിരുന്നു. അതൊക്കെല്ലാം വെള്ളത്തിൻ്റെ ചേഞ്ച് ചെയ്യാൻ വിട്ടുപോയതുകൊണ്ട് ചത്തുപോയതാണ്. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്ലൈയിങ് ഡക്കാണ്, മണിത്താറാവുകളുടെ കുഞ്ഞുങ്ങളാണ്. പിന്നെ ഈ കൂട്ടിൽ കാണാൻ പോകുന്നത് ഡയമണ്ട് ഡവിൻ്റെ ഒരു 2 പെയറും ഒരു പെയർ ഫിഞ്ചസും ആണുള്ളത്. ഡയമണ്ട് ഡവ് ബ്രീഡിങ് ആയതായിരുന്നു, കുഞ്ഞുങ്ങൾ രണ്ടും ചത്തുപോയി. എന്താ കാരണം എന്നുള്ളത് ഞാൻ പിന്നീട് നിങ്ങളോട് പറയുന്നതാണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാ ലവ് ബേർഡ്സുകളാണ് കേട്ടോ. നമ്മുടെ ഒരു 3 പെയർ സാധാ ലവ് ബേർഡ്സാണ് ഈ കൂട്ടിലുള്ളത്. അതിലൊരു പെയർ ബ്രീഡായിട്ട് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങളും ആക്റ്റീവാണ്. ഒരു 20 ദിവസത്തിൻ്റെ പ്രായമായിട്ടുണ്ട്. മൂലക്കുള്ള മഞ്ഞ കളറ് കുഞ്ഞാണ് കേട്ടോ ഇപ്പോൾ ബ്രീഡായിട്ടുള്ളത്. അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ ഒരു 3 പെയറിനാണ്. ഓറഞ്ച് ഫേസും വൈറ്റ് ഫേസും പിന്നെ ഒരു ബ്ലാക്ക് ഫേസുമായിട്ട് 3 പെയറാണുള്ളത്. ഇതുവരെ ബ്രീഡായിട്ട് എഗ്ഗൊന്നും ഹാച്ച് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് കോക്ടെയിലാണ്, ലൂട്ടിനോ കോക്ടെയിലാണ്. ഇവർ ബ്രീഡായിട്ട് കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയതാണ്. എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് പോയതാണ്. നെക്സ്റ്റ് ടൈം ഞാൻ കെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഉള്ളത് ഒരു പെയർ പൈനാപ്പിൾ കൊനിയറും ഒരു ഗ്രീൻ ചീക്ക് കൊനിയറുമാണ്. അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് ഗ്രേ കോക്ടെയിലാണ്. ഇവർ ഇതുവരെ ബ്രീഡിംഗ് ആയിട്ടുള്ള എഗ്ഗ് വെക്കാനുള്ള തയ്യാറെടുപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഉള്ളത് മണിത്താറാവാണ്, ഫ്ലൈയിങ് ഡക്ക്. ഇവിടെ തന്നെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചിറക്കിയിട്ടുള്ള ഫ്ലൈയിങ് ഡക്കാണ് ഇവർ സെയിൽസിനുള്ളതാണ് കേട്ടോ. വേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് കോഴി കുഞ്ഞുങ്ങളെയാണ്. ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവളുടെ വീട്ടിലുള്ള കോഴി കുഞ്ഞുങ്ങൾ. മറ്റു കോഴികളെല്ലാം ഒരു സൂക്കർ വന്നിട്ട് എല്ലാം ചത്തുപോയിട്ട് ഇപ്പോൾ ഇതേ ബാക്കിയുള്ളൂ. പിന്നെ ഈ കാണുന്ന കൂട് പൂച്ചകൾക്കായി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള കൂടാണ്. 3 കൂടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൂടുകൾ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനുള്ളിലുള്ളത് ഇപ്പോൾ ഒരു പൂച്ചയേ ഉള്ളൂ. ഇത് ഞങ്ങൾ ഫിനു എന്നാണ് പേരിട്ടിട്ടുള്ളത്. ഇനിയൊരു പൂച്ച കൂടിയുണ്ട്, നമ്മളെ സുന്ദരി. അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളെ സുന്ദരിനെയാണ്. സുന്ദരി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് 1.5 മാസമായി. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇവൾ ഡെലിവറി ആയിട്ടുണ്ടാവും. അങ്ങനെ ഡെലിവറി ആകണം അടുത്ത വീഡിയോയിൽ എന്തായാലും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഫ്ലൈയിങ് ഡക്ക് മണിത്താറാവൾ. ഇവരുടെ മുട്ട ഹാച്ച് ചെയ്തിട്ടുള്ള ചിക്സിനെയാണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടത്. ഇതിൽ വൈറ്റ് ആയിട്ടുള്ള വലുതെല്ലാം ബ്രോയിലർ താറാവുകളാണ്, ഇറച്ചി താറാവുകൾ എന്ന് പറയും. അവർ മുട്ട ഇടുന്നുണ്ട്. അവരിപ്പോൾ ഫസ്റ്റ് ടൈം മുട്ട നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടുണ്ട്. വിരിഞ്ഞാൽ ഉടനെ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള പെറ്റ്സുകളുടെ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.